നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു മൂന്നാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ നസ്രാനിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കോശിച്ചായോ? ഞാൻ ചോദിച്ചതല്ലേ ഇത് വേണോന്ന്. ഇപ്പൊ എന്തായി? 5-8 കൊല്ലം അവൻ എന്റെ മേളിലായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. മീരുവൊക്കെ ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ, ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളതും കൂടി പോവൂന്ന്. മനക്ക് നഷ്ടവുച്ചുന്തി തെളിസ. നിന്റെ തെളിസ. ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചു. ജീവൻ, താൻ എത്തിയോ? ഇരിക്കടോ. നോ ഫോർമാലിറ്റീസ് ഹിയർ. ഹാവ് എ ഡ്രിങ്ക്. വേണ്ട സർ, ഞാൻ കഴിക്കില്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ എ പബ്ലിക് സർവന്റ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ചോറുന്ന സ്ഥലമല്ലേ. 2-3 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. ഡൽഹിക്ക് പോവാണ്. യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ആൻ ഓപ്പറേഷൻ. എനിക്ക് മനസ്സിലായില്ല സർ. ഐ വിൽ എക്സ്പ്ലെയിൻ. മന്ത്രികുമാരനും അയാളുടെ ശിങ്കിടി ജാക്കിയും തമ്മിൽ തെറ്റി. കുമാരന്റെ പുതിയ ശിങ്കിടി ഒരു കോശി നൈനാനാണ്. കഞ്ചാവ് മസ്താൻ ഈസ് എ സ്നിക് നെയിം. നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ റോക്ക്ഫോർട്ട് ഗാർഡൻസ് റൈഡ് ചെയ്യണം. മന്ത്രികുമാരന്റെ പുതിയ താവളം. കഞ്ചാവിനെയും പാർട്ടിയെയും കസ്റ്റഡിയിലെടുക്കണം. ഹരാസ് ദം മാക്സിമം. നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടില്ല. CM സ്ഥലത്തില്ല. ശേഖരൻകുട്ടി എത്ര നിർബന്ധിച്ചാലും അവരെ വിട്ടുകൊടുക്കണ്ട. പുട്ട് ദ ബ്ലെയിം ഓൺ മീ. ഇതൊരു കഥ. എന്റെ ലക്ഷ്യം വേറെയാണ്. ഈ സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരൻ ജാക്കിയാണെന്ന് വരുത്തി തീർക്കണം. ഡൽഹിയിലുള്ള ആരെയോ ജാക്കി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ റെയ്ഡ് ചെയ്തതെന്ന ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കണം. അല്ല സർ, അവിടെ റെയ്ഡ് ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ഡൽഹിയിൽ നിന്നുള്ള ഓർഡറും ജാക്കിയുടെ ഇൻഫ്ലുവൻസും നമുക്ക് ആവശ്യമുണ്ടോ? ഈവൻ അതർവൈസ് വി ക്യാൻ ഡു ഇറ്റ്. ഒരു കേസല്ല എനിക്ക് ആവശ്യം. CMന്റെ ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ മകനാണ്. ശേഖരൻകുട്ടിയുടെ ഒരു വിരലൊടിഞ്ഞാൽ CMന്റെ 5 വിരലൊടിയും. ശേഖരൻകുട്ടിക്ക് ഒത്ത എതിരാളി ജാക്കിയാണ്. അവർ തമ്മിൽ ഇപ്പോഴുള്ള സ്പർദ്ധ വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു. ആൾറെഡി there is a spark. We will have to fuel it. തന്നെത്താൻ ആളി പടർന്നുകൊള്ളും. മകന്റെ പതനം കാണാനുള്ള ശക്തി ഇഞ്ചക്കാട്ട് രാമകൃഷ്ണ വിലക്കില്ല. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ ഈ യൂണിഫോം ഉപയോഗിക്കണോ സാർ? അരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ജീവൻ അറിയാവോ? എയർപോർട്ടിൽ മറ്റുള്ള സീനിയർ ഓഫീസേഴ്സിന്റെയും എന്റെ ജൂനിയർ ഓഫീസേഴ്സിന്റെയും മുമ്പിൽ വെച്ച് ആ കിളവൻ CM എന്നെ ഹരാസ് ചെയ്തു. He wounded me with words. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കരഞ്ഞു. കത്തിയും തോക്കുമെടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള പ്രതികാരങ്ങളും ഞാൻ ചെയ്യണ്ടേ? ഞാനും വികാരമുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ. ജീവൻ സർ, യു വിൽ ഹാവ് ടു എക്സിക്യൂട്ട് മൈ ഓർഡേഴ്സ്. യെസ് സർ. ഹലോ സാഗര, ഞാനാ CI പോത്തൻ. സാഗറിന് താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും. എന്താ കാര്യം? റോക്ക്ഫോർട്ട് ഗാർഡൻസിൽ ഇന്ന് റെയ്ഡ് നടക്കും. ഇല്ല. കോശിയ എന്താ റെയ്ഡോ? നിങ്ങളാരാ? സാഗർ. ഓ, നല്ല മനസ്സ് തോന്നിയതിന് നന്ദി.
പുതിയ വല്ല വേലയിറക്കാനുള്ള പരിപാടിയാണോ? സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പോലീസ് എനിക്ക് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഏമുണ്ട് എന്താ? പോലീസ് റെയ്ഡ് ചെയ്യുമെന്ന് ജാക്കിയുടെ വാണിംഗ്. റാസ്കൽ. ചേരൻകുട്ടി വിവരം അറിയിച്ചാലോ? എന്ത് കാര്യത്തിന്? ശേഖരൻകുട്ടിയുടെ പോലീസ് ശേഖരൻകുട്ടി റെയ്ഡ് ചെയ്യുമെന്നു? തനിക്ക് വല്ല വട്ടുമുണ്ടോ? ലേതണ്ടി ഇല്ല. You go that side. നിങ്ങൾ അങ്ങോട്ട് പോവാം. You go there. നിങ്ങൾ അങ്ങോട്ട് പോകൂ. That side. Come on, make it fast. Get down. അയ്യോ സാറേ, അയ്യോ എല്ലാം പെറുക്കിടാ. എടേ സാർ പറഞ്ഞ കേട്ടില്ലേ? എന്താണോ നോക്കിയേക്കുന്നേ? ഞാൻ ശേഖരൻകുട്ടിയുടെ ആളാണ്. ഓഹോ, നീ ശേഖരൻകുട്ടിയുടെ ആളാണല്ലേ? ചട്ടൂരാ ഊരാ നാഗടാ നടക്കാം. ചെരുപ്പൂരാ ചെരുപ്പൂര വരാ വരാം വരാൻ വരാം വരാ വരാം. ഓ, വെങ്കടാചലപതി കാപ്പാരണ്ടി വരാം. വരാം. എടുക്കണോ പെട്ടി? പെട്ടി എടുക്കണ. ഒക്ക നിമിഷാലും ചുമ്മാടില്ലാത്ത നേരത്താ. దేవుడా, నన్ను ఎందుకు ఇంత కష్టపడుతున్నావు? తిరుపతి మలయరా పోലും ప్రయాసంలో. అయ్యో എന്താടോ കിട്ടിയില്ലേ? ഡൽഹി ലൈൻ കിട്ടുന്നില്ല സാർ. രാജഗോപാലൻ സാറേ, ജാമ്യം കിട്ടാൻ വേറെ ഒരു മാർഗവും നോൺ ബെയിലബിൾ ഒഫൻസാ. പിന്നെ എന്ത് ചെയ്യാനാ? സാർ ആ അറസ്റ്റ് ചെയ്ത ഓഫീസറെ കണ്ടോ? എല്ലാവരെയും കണ്ടു. എന്തു പറഞ്ഞു? അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞതാ. നിങ്ങളുടെ ആ പഴയ സുഹൃത്തുണ്ടല്ലോ സാഗർ, അയാൾ പറ്റിച്ച പണിയാ. അവൻ എന്ത് ചെയ്തു? അയാൾ ഡൽഹിയിൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവർ നേരിട്ട് ഐജയെ വിളിച്ച് റെയ്ഡ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്തതാ. ഷിറ്റ്. ഇനി എന്താ ഒരു മാർഗം? ഐജി നേരിട്ട് ഇടപെട്ട ഒരു കേസായതുകൊണ്ട് ഇടപെടാൻ മറ്റ് ഓഫീസേഴ്സിനൊരു മടി. ചേരകുട്ടി, അച്ഛൻ ഡൽഹിയിലുണ്ട്, ഐജിയും ഡൽഹിയിലുണ്ട്. അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ കാര്യം നടക്കും. അതിന് ഡൽഹി കിട്ടണ്ടേ? സാർ, ഡൽഹി ഹോൾഡിംഗ്. ഹലോ, കേരള ഹൗസ് അല്ലേ? CM-നെ ഒന്ന് വേണമല്ലോ. ആ, ഞാൻ CM-ന്റെ മകനാ. നമസ്കാരം സാർ. Yes, come in. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ് തോമസ്. ഇരിക്കൂ, ചായ കുടിക്കൂ. ഡൽഹിയിൽ ഇത്തവണ ഭയങ്കര തണുപ്പാണല്ലേ? അതെ. തോമസ്, നിങ്ങളുടെ ഫ്രസ്ട്രേഷന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. റിട്ടയർ ചെയ്യാൻ ഇനി 6 മാസമേ ബാക്കിയുള്ളൂ.
ഇത്രയും കാലം ജോലി ചെയ്തിട്ട് സ്വന്തമായ ഒരു വീട് പോലും തോമസിനില്ലെന്ന് എനിക്കറിയാം. ഐ നോ ഇറ്റ് തോമസ്. നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു പേപ്പർ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന വിവരം തോമസിന് അറിയാമല്ലോ. 10,000 പേർക്കെങ്കിലും തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണത്. എല്ലാ അപ്പോയിന്റ്മെന്റ്സിനുമുള്ള അധികാരം അതിന്റെ എം ഡിക്കായിരിക്കും. ഞാൻ അതിന്റെ എം ഡി ആയിട്ട് ഉദ്ദേശിക്കുന്നത് തോമസിനെയാണ്. റിട്ടയർ ചെയ്താലും 2-3 വർഷം ഞാൻ വിചാരിച്ചാൽ തോമസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തോമസിന് അറിയാമല്ലോ. അത് താങ്ക് യു സർ. ഞാനൊരു കഠിന ഹൃദയനൊന്നും അല്ല തോമസ്. എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജുമില്ല. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്. ഞാനതൊക്കെ അപ്പോഴേ മറന്നു സർ. എന്റെ മകൻ ശേഖരൻകുട്ടി എനിക്ക് എന്തിനേക്കാളും വലുതാണ്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ സഹിക്കില്ല. അക്കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് സർ. ശേഖരൻകുട്ടിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം എനിക്കുമില്ല. ഗുഡ്. എന്നെ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ്. ഞാൻ വരട്ടെ സർ. പിന്നെ ശേഖരൻകുട്ടി തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചിരുന്നു. നിങ്ങൾ ഇടപെടേണ്ട എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേര്. ശരി സർ. ശോ, എന്റെ കർത്താവേ, ശനിദശ തീർന്നു. എന്താ കോച്ചായത്? അതൊക്കെ മറന്നുകളാ, കഴിഞ്ഞില്ലേ? അകത്ത് പോയി കിടന്നതിലുള്ള വിഷമമൊന്നും എനിക്കില്ല. ഇതിനു മുമ്പ് ഞാൻ കിടന്നിട്ടുള്ളതാ. പക്ഷേ ശേഖരൻകുട്ടി ഉണ്ടായിട്ടും സംഭവിച്ചു പോയി. അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം. കോച്ചായ ഒരു കുരുക്കൂടി അഴിയാൻ ബാക്കിയുണ്ടായിരുന്നു, അതും അഴിഞ്ഞു. ഇപ്പോ ഐ ജിയും നമ്മുടെ ലൈനപ്പിലാ. അന്നവൻ എന്താ കോച്ചായ പറഞ്ഞത്? എന്റെ അന്ത്യം എടുത്തു, കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാൻ. ഇനി ഞാൻ കാണിച്ചു തരാം അന്ത്യം ആരുടേതാണെന്ന്. പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഹലോ. ശരാം. താങ്ക്സ്. 2 ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു. സാഗർ ബിസി ആയിരുന്നു. ആ, എങ്ങനെയുണ്ട്? ശത്രുപാളയത്തിൽ തന്നെ ഇരതേടുന്ന അശ്വതിയുടെ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊള്ളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത്. പിന്നെ സംഘം ഇപ്പോഴില്ലല്ലോ. ജാക്കിയും സാഗറും ശേഖരൻകുട്ടിയും തമ്മിൽ പിരിഞ്ഞില്ലേ? അതേതായാലും നന്നായി. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും. പലതും പ്രതീക്ഷിക്കാമല്ലോ. പണ്ട് ഹാജി മസ്താനി യൂസഫ് പട്ടേലും തമ്മിൽ തെറ്റിയപ്പോ പത്രക്കാർക്ക് കുറെ നാളത്തേക്ക് നല്ല കോളായിരുന്നു. എന്നും ചൂടുള്ള വാർത്തകൾ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. 2 ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട്. അട്ടെ, അശ്വതിയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സാഗർ ജാക്കിയായ കഥ. അതെന്തറിയാന്? സ്വന്തമായിട്ടങ്ങ് എഴുതിയാ മതി. അതുപോരാ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി സാഗറിന്റെ പുറകെ നടക്കണമായിരുന്നോ? പുലിവാലായല്ലോ. അബദ്ധത്തിന് ഞാനന്ന് സമ്മതിച്ചുപോയി. അശ്വതി, ഈ കഥയൊക്കെ പറയുന്നതിന് ഒരു മൂഡ് വേണം. ഐ എം നോട്ട് ഇൻ എ മൂഡ്. വേണ്ട, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വീണ്ടും വരാം. ഓക്കെ.
തമ്പുരാട്ടിക്കുട്ടി ഒന്നിക്കണം. അതിലൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഇതെന്റെ ശബ്ദമാണ്. കോടതി ചെന്നാൽ ഇതൊരു തെളിവാണ്. അയ്യോ, പിന്നെ എനിക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. ഇറ്റ് ഇസ് റൊട്ടീൻ. അശ്വതി വർമ്മയുടെ ഉദ്ദേശം നിർദോഷമായിരിക്കും. ബട്ട് ഐ ഹാവ് ടു സേഫ് ഗാർഡ് മൈ ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഓൾസോ റൊട്ടൈൻ. Thank you very much.